ഉൽപ്പത്തി പുസ്തകം 33 അധ്യായത്തിൽ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ സഹോദരൻ ഏസാവിനെ കണ്ടുമുട്ടുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട്. ഏസാവിനെ കണ്ടപ്പോൾ യാക്കോബ് തൻ്റെ സഹോദരൻ്റെ അടുത്തെത്തുവോളം 7 തവണ നിലമുട്ടെ താണുവണങ്ങി. ഏസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം തട്ടിയെടുത്ത യാക്കോബിനെ വധിക്കാൻ തക്കം പാർത്തിരുന്ന ഏസാവ് തൻ്റെ സഹോദരനോട് ക്ഷമിക്കുന്നു. അപ്പോൾ യാക്കോബ് പറയുന്നു, ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. ക്ഷമിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മുഖമാണ്. ക്ഷമ എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയമാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നാം ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മോടും ക്ഷമിക്കുന്നു എന്നതാണ്. ക്രൂശിൽ വേദന സഹിക്കുമ്പോഴും യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇത് ക്ഷമയുടെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ്. പൗലോസ്ലീഹ പറയുന്നു, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. പത്രോസ് ഒരിക്കൽ ചോദിച്ചു, എൻ്റെ സഹോദരൻ എനിക്കെതിരെ പാപം ചെയ്താൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അപ്പോൾ ഈശോ പറഞ്ഞു, 7 അല്ല 77 പ്രാവശ്യം. അത് അനന്തമായി ക്ഷമിക്കണം എന്നർത്ഥം. കോപവും വൈരാഗ്യവും നമ്മെ അടിമകളാക്കും, പക്ഷേ ക്ഷമ നമ്മെ സ്വതന്ത്രരാക്കുന്നു. വിശുദ്ധ സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും തൻ്റെ ശത്രുക്കൾക്കായി ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം. അതിനാൽ നമുക്ക് ഹൃദയത്തിൽ ദ്വേഷം സൂക്ഷിക്കാതെ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോടും ക്ഷമിക്കാം. ക്ഷമിക്കുന്ന ഹൃദയം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയമാണ്.